ഇന്നലെ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വാർത്തകളിലൊന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാജീവ് ചന്ദ്രശേഖർ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവ് തന്നെയാണ് ഇന്നലെ ചാനലുകൾ പ്രധാനമായും ചർച്ച ചെയ്തത്. ഈ വാർത്ത തന്നെയാണ് ഇന്ന് പത്രങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അതേസമയം ഹിന്ദുവിൻ്റെ വാർത്ത നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജസ്റ്റിസ് വർമ്മയുടെ, അതായത് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിലുള്ള നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു മൂവാണ്. അതായത് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടുകയും അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണെന്ന് ഹിന്ദുവിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. CJI സീക്സ് ഡീറ്റെയിൽസ് ഓഫ് ഗാർഡ്സ് അറ്റ് ജസ്റ്റിസ് വർമാസ് ഹൗസ് എന്ന് പറയുന്നു. അതായത് എത്ര നോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വൈകിയത്, ഈ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിക്കൊണ്ടുള്ള റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തയാണെന്ന് ഹിന്ദു. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് സുരേന്ദ്രന് പകരം കെ സുരേന്ദ്രന് പകരം BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന കാര്യം ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബാക്കി മലയാളം പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതേസമയം മാതൃഭൂമി ഇന്ന് നൽകിയിരിക്കുന്ന മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് കുടിയേറ്റ കുട്ടികൾ കുടുങ്ങില്ല എന്ന ഒരു വാർത്തയാണ്. അതെന്ന് വെച്ചാൽ അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്, വിശദമായ റിപ്പോർട്ടാണ്. വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ അതോറിറ്റിയുമായി വരുന്നു എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നവർ തട്ടിപ്പിനിരയാകുന്നത് തടയാൻ സംസ്ഥാനത്ത് അതോറിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. വിദേശത്ത് പഠിക്കുന്ന 2.5 ലക്ഷം കുട്ടികൾ പലതരത്തിലുള്ള ഫ്രോഡ് ഏജൻസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കുടുങ്ങുന്നു. ഇത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഒരു നിയമ നടപടിയിലേക്ക്, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു വാർത്ത എന്ന രീതിയിൽ തന്നെ മാതൃഭൂമിയുടെ ഈ വാർത്തയെ നമുക്ക് കാണേണ്ടി വരും. മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം മലയാള മനോരമയിൽ സ്വാഭാവികമായും ഇന്നത്തെ വാർത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP നയിക്കാൻ വരുന്നു. ഒപ്പം തന്നെ ജഡ്ജിയുടെ വീട്ടിലെ നോട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട വലിയ വിവാദത്തിൻ്റെ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടെ മനോരമ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എത്ര രൂപ എന്നത് സംബന്ധിച്ച് ദുരൂഹം ആണ് എന്ന് പറയുന്നുണ്ട്. ഈ സംഭവം തുകയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അലഹബാദ് ബാർ അസോസിയേഷൻ ഇങ്ങനെ മറ്റാർക്കും ആവശ്യമില്ലാത്ത ഒരാളെ ഇങ്ങോട്ട് അയക്കേണ്ടതില്ല എന്നൊരു പ്രതികരണം കൂടെ വർമ്മയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. അക്കാര്യം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മാർപ്പാപ്പയുടെ മടങ്ങിവരവ്, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്നുള്ള മാർപ്പാപ്പയുടെ മടങ്ങിവരവ്, അതും മലയാള മനോരമയുടെ 1-ാം പേജിൽ ഉണ്ട്. മാർപ്പാപ്പ മടങ്ങിയെത്തി അമ്മയുടെ അരികിലേക്ക് എന്നാണ് ആ വാർത്ത. അതുപോലെ താഴെ ഗാസയുടെ വാർത്തയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നലത്തെ നമുക്കറിയാം IPLുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്നലെ നമ്മളെല്ലാവരും വൈകിട്ട് കളികൾ കണ്ടതാണ്. IPLിൽ ഇഷാൻ കിഷൻ്റെ ഗംഭീര പ്രകടനം, അതായത് സെഞ്ചുറി പ്രകടനത്തെക്കുറിച്ചുള്ള വാർത്ത ഇഷ്ടം പോലെ എന്ന പേരിൽ എന്ന തലക്കെട്ടോടുകൂടെ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് പ്രായപരിധി സംബന്ധിച്ചാണ്. CPIMൻ്റെ പ്രായപരിധി സംബന്ധിച്ച് പ്രായപരിധിയുമായി CPM മുന്നോട്ട്, കരടിന് അംഗീകാരം എന്നുള്ള ഒരു ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ഒരു വാർത്തയും കൂടി മലയാള മനോരമ നൽകിയിരിക്കുന്നു. കാരാട്ടൊഴിയും ഏതാനും പേർക്ക് ഇളവിന് സാധ്യത എന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ BJPയുടെ നേതൃനിര, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടുകൂടെ BJPയുടെ നേതൃനിര വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാം. കെ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളുടെ പ്രാധാന്യം, അവർക്ക് പുതിയ പദവികൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയി എന്നും മലയാള മനോരമയുടെ വാർത്തയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് സ്വാഭാവികമായി ഇന്നും ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് ഈ കാര്യമുണ്ട്, അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യമുണ്ട്. പക്ഷേ അതിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് വേറൊരു തരത്തിൽ അവർ ആ തലക്കെട്ട്
അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയുടെ ഉൾപേജിലുണ്ട്. ഈ വാർത്തകൾ ദേശാഭിമാനി എങ്ങനെയായിരിക്കും കൊടുക്കുക എന്ന് നമുക്കറിയാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ വാർത്ത എങ്ങനെയായിരിക്കും കൊടുക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷേ ഉൾപേജിൽ അവർ 7-ാം പേജിൽ നിതീഷ് കുമാർ വീണ്ടും വിവാദത്തിൽ. നിതീഷ് കുമാർ ദേശീയ ഗാനത്തിനിടെ ചേഷ്ടകൾ പ്രകടിപ്പിച്ചു എന്നൊക്കെ സംബന്ധിച്ചൊരു വിവാദം ബീഹാർ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രി ചില ചേഷ്ടകൾ കാണിച്ചു എന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടായിരിക്കുന്നു. അത് സംബന്ധിച്ച് മുസഫർപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി, ഇഫ്താറിൽ നിന്ന് വിട്ടുനിന്ന് മുസ്ലിം സംഘടനകൾ എന്ന തരത്തിൽ ഒരു വാർത്തയാണ് ദേശാഭിമാനിയിൽ. അതൊരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബീഹാർ രാഷ്ട്രീയത്തിലൊരു വലിയ പ്രശ്നമാണ്. നിതീഷ് കുമാറിനെതിരെ നിരവധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും നിതീഷ് കുമാർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട്, ബാങ്ക് ഉപയോഗിച്ച് സഭയിൽ വരുന്നു എന്നൊരു ആരോപണം നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. മറ്റൊന്ന്, നമ്മുടെ ടൊവിനോ പാമ്പ് പിടിക്കാൻ എത്തുമോ എന്നുള്ളൊരു വാർത്ത ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. സർപ്പ വളണ്ടിയർ, സർപ്പ എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് 12-ാം പേജിൽ ദേശാഭിമാനി ആ വാർത്ത കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ജഗ്ഗി വാസുദേവനെതിരെ ഗുരുതര ലൈംഗികാരോപണങ്ങൾ എന്ന് പറഞ്ഞ് നേരത്തെ ജഗ്ഗി വാസുദേവനെതിരെ അവിടുത്തെ ആശ്രമവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങളുടെ തുടർച്ചയെന്നോണം കൂടുതൽ ഗുരുതരമായ തെളിവുകൾ പുറത്ത് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇതാണ് ദേശാഭിമാനിയെ സംബന്ധിച്ചുള്ള, അത് കൗതുകരമായ ചില വാർത്തകൾ ദേശാഭിമാനി ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയുടെ ഉൾപേജിൽ വളരെ ശ്രദ്ധേയമായ, ചാനലുകളിൽ അധികം വരാത്തതും എന്നാൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ചില വാർത്തകളും കൂടെ മാതൃഭൂമിയിലുണ്ട്. അതിലൊരു വാർത്ത, പ്രകാശനം ചെയ്യാനിരുന്ന 10-ാം ക്ലാസ് പുസ്തകങ്ങൾ ചോർന്നു എന്നുള്ളതാണ്. ചോർന്നത് ബയോളജിയും കെമിസ്ട്രിയും എന്നുള്ള ഒരു വാർത്ത. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന രീതിയിൽ നമുക്കത് കാണേണ്ടി വരും. ഒപ്പം തന്നെ ഇന്നലത്തെ ഒരു പ്രധാന സംഭവം, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ദളിത് കോൺക്ലേവിൽ വൈകാരികമായിട്ട് അദ്ദേഹം സംസാരിച്ചു എന്നുള്ള ഒരു വിഷയം ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കൊടിക്കുന്നിലിൻ്റെ ഈ ഒരു വികാരപ്രകടനം ഇന്നലെ നമ്മൾ ചാനലുകളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. അതാണ് ആ വാർത്തയും മാതൃഭൂമി പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഉള്ള ഒരു വാർത്ത ഹിന്ദുവിൻ്റെ തന്നെയാണ്. ഹിന്ദുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഫ്ലോറിഡയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അത് പക്ഷേ ഇന്നലെ ചാനലുകൾ കൊടുത്തതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, ഷർട്ട് ധരിച്ച് ദർശന പുണ്യം എന്ന് പറഞ്ഞ SNDP യോഗത്തിൻ്റെ പെരുന്നാട് സമിതി റാന്നി കക്കാട്ട് കോയിക്കൽ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് എത്തിയതാണ്. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ വാർത്തകളുള്ള ഒരു വാർത്താ ദിനം എന്ന രീതിയിൽ തന്നെ പറയാം. ഏതായാലും ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. സേതു.